ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേപ്പർ വെച്ചിട്ട്, അതായത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു അടിപൊളി വോൾ ഹാങ്ങിങ് ആണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു വോൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിതാ ഇതുപോലെ നമ്മുടെ ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്റ്റിക്കോ കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ ചുറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരെണ്ണം മതി. ഒരുപാട് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രിങ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഏകദേശം ലീഫിൻ്റെ ഒരു പരുവത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ലീഫിൻ്റെ പിക്ചേഴ്സൊക്കെ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ നിന്നൊരു ലീഫ് ഞാൻ ഇതുപോലെ വരച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഇത് സാധാ പേപ്പറിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇച്ചിരി കട്ടിയുള്ള കാർഡ്ബോർഡ് പേസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതല്ലെങ്കിൽ ബുക്കിൻ്റെ കവർ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് കളർ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലീഫിന് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. നമ്മുടെ സിൽവർ കളർ അവൈലബിൾ ആണ്, ഗോൾഡൻ കളർ അവൈലബിൾ ആണ്, അതുപോലെ മെറ്റാലിക് കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2-3 കോട്ട് അടിക്കേണ്ടി വരും. അതുപോലെ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ ജസ്റ്റ് വൈറ്റ് കളർ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ വൈറ്റ് കളർ ഇല്ലാത്ത ഞാൻ ഡയറക്റ്റ് ഗോൾഡൻ കളർ തന്നെ ലീഫിലെല്ലാം അടിച്ചു കൊടുക്കുക. അതുപോലെ മെറ്റാലിക് കളേഴ്സൊക്കെ നമ്മുടെ ലീഫിന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, വേറൊരു ലുക്കായിരിക്കും നമ്മുടെ വർക്കിന് കിട്ടുന്നത്. അപ്പോൾ മെറ്റാലിക് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇനി നമ്മുടെ സ്റ്റിക്കിന് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 2-3 കോട്ട് അടിക്കണം. അതുപോലെ തന്നെ വൈറ്റ് കളർ അടിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ ഒരുപാട് കോട്ടൊന്നും അടിക്കേണ്ട, ഏകദേശം ഒരു 2 കോട്ടൊക്കെ അടിച്ചു കൊടുത്താൽ മതി. വൈറ്റ് കളർ അടിക്കണം എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ന്യൂസ് പേപ്പറിലെ അക്ഷരങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കവറാവാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ അടിക്കണ്ട. ഇത് തന്നെ ഒരു 2-3 കോട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര സ്റ്റിക്ക് വേണോ അത്രയും ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരെണ്ണമാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അടിച്ച കോട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാം. സെക്കൻഡ് കോട്ട് കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഏകദേശം നമ്മുടെ ലെറ്റേഴ്സൊക്കെ ഒന്ന് മങ്ങും. അപ്പോൾ തേർഡ് കോട്ടൂടെ അടിച്ചു കഴിയുമ്പോൾ കറക്റ്റ് ഒരു ഗോൾഡൻ ഫിനിഷിങ് ലുക്കായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ളൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ലീഫിന് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാം. ഇതും ഫസ്റ്റ് കോട്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമേ ഉള്ളൂ സെക്കൻഡ് കോട്ട് അടിക്കാവുള്ളൂ. ഇപ്പം തന്നെ നല്ലൊരു ഗോൾഡൻ കളറിൽ നമ്മുടെ ലീഫിനെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ലീഫിലും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ലീഫുകൾ സ്റ്റിക്കും എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു ഫിനിഷിംഗ് ലുക്കാണ്. ഇനി നമുക്കിതെല്ലാം നമ്മുടെ സ്റ്റിക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതുപോലെ നമ്മുടെ ട്വിസ്റ്റ് വരുന്ന ഭാഗമില്ലേ, അതായത് ഫ്ലാറ്റ് സർഫസ് വരുന്ന ഭാഗങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ലീഫുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പശ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പേപ്പർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിയിരുന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ലീഫുകളും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ലീഫിനൊക്കെ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നല്ലൊരു ലുക്കായിരിക്കും നമ്മുടെ വർക്കിന് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ എണ്ണം ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വോളിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആ ലീഫ് വരുന്ന ഭാഗത്ത് ഡബിൾ ടേപ്പ് ഒട്ടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷിംഗ് ലുക്ക്. നിങ്ങൾക്ക് വാർണിഷ് അടിച്ചു കൊടുക്കണമെങ്കിൽ അടിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ എണ്ണം വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും.
അങ്ങനെ നമ്മളിവിടെ 3-4 ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ക്രോസായിട്ട് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം, ഇതുപോലെ വെക്കണമെങ്കിൽ ഇങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.